എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് ആർക്കും ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ കട്ട്ല തേങ്ങ അരച്ച മീൻകറിയാണ്. വളരെ ടേസ്റ്റിയാണ് ഈ ഒരു മീൻകറി. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കറി വാങ്ങി കഴിക്കുമ്പോൾ നല്ല ഓറഞ്ച് കളറിലാണ് കറി കഴിക്കാൻ കിട്ടുക. ആ ഒരു ഹോട്ടൽ രുചിയിലാണ് നമ്മുടെ ഇന്നത്തെ മീൻകറി ഞാനിവിടെ തയ്യാറാക്കുന്നത്. അപ്പൊ നോക്കിയാലോ എങ്ങനെയാണ് വളരെ രുചികരമായിട്ടുള്ള ഹോട്ടൽ രുചിയിലുള്ള കട്ട്ല മീൻകറി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറെ ലൈക്കുകൾ തരാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. ഇനി നമുക്ക് മീൻകറി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് 1 കിലോ അളവിലാണ് മീൻ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് കട്ട്ല മീനാണ്. നിങ്ങൾക്കിപ്പോ ഈ ഒരു മീനല്ലാതെ നിങ്ങൾക്ക് കിട്ടുന്ന ഏതൊരു മീൻ വെച്ചിട്ടും ഇതുപോലൊരു കറി തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് മീൻകറിയുടെ ഗ്രേവി തയ്യാറാക്കാം. ഇതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി പാൻ ഒന്ന് ചൂടായി വരട്ടെ. പാൻ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നാൽ ഇതുപോലൊരു കഷ്ണം ഇഞ്ചി നമുക്ക് കട്ട് ചെയ്ത് ചേർക്കാം. ഈ ഇഞ്ചി ഒന്ന് മൂപ്പായി വരട്ടെ. ഇഞ്ചി മൂപ്പായി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു 15 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് കൂടെ നമുക്ക് ചേർക്കാം. അങ്ങനെ ഇഞ്ചി മൂപ്പായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉള്ളി ചേർക്കാം. ഇനി ഉള്ളിയും ഇഞ്ചിയും നല്ലതുപോലെ ഒന്ന് മൂപ്പായി വരട്ടെ. ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി ഒന്ന് ചേഞ്ചായി വരണം. അതുവരെയാണ് നമുക്ക് വഴറ്റിയെടുക്കേണ്ടത്. ഉള്ളി മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു മീൻ കറിക്ക് നല്ല എരിവോടുകൂടി തയ്യാറാക്കുമ്പോഴാണ് കറിക്ക് നല്ല സ്വാദ് കിട്ടുക. അതിനായിട്ട് ഞാനിവിടെ 3 സ്പൂൺ അളവിലാണ് മുളക് പൊടി എടുത്തിട്ടുള്ളത്. 3 സ്പൂൺ എന്ന് പറഞ്ഞാൽ 30 മില്ലിഗ്രാം അളവിൽ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ ഉലുവപ്പൊടിയുമാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ എരിവെള്ളം മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. കാശ്മീരി മുളക് പൊടി എടുത്തിട്ടില്ല. തേങ്ങ അരച്ച് വെക്കുന്ന മീൻകറികൾക്ക് കാശ്മീരി മുളക് പൊടി എടുക്കരുത്. കാരണം കറി വളരെ തന്നെ കുറുകി മറ്റൊരു ടേസ്റ്റിലേക്ക് ആയി പോകും. ഉള്ളി ഇപ്പോൾ വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്ത് ചേർക്കാം. മുളക് പൊടിയൊക്കെ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ നമ്മുടെ ആ ഒരു മീൻകറിയുടെ എരിവിന് ആവശ്യമായ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഉള്ളി ഇപ്പോൾ ഇതുപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള മുളക് പൊടി ചേർക്കാം. മുളക് പൊടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. മുളക് പൊടി ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നാളികേരം ചേർക്കാം. ഞാനിവിടെ അരമുറി നാളികേരമാണ് തിരുമ്മെടുത്തിട്ടുള്ളത്. ഈ നാളികേരം കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നാളികേരമൊക്കെ ചേർത്ത് ചെറിയ തീയിൽ വെച്ച് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് നേരമൊന്നും ഇതുപോലെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെയില്ല. 1 മിനിറ്റ് നേരം മാത്രം ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. മുളക് പൊടിയെല്ലാം നാളികേരത്തിലേക്ക് ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു ഗ്രേവിയുടെ ചൂടാറി വരുമ്പോൾ നമുക്ക് അരച്ചൂടെ എടുക്കണം. അങ്ങനെ 1 മിനിറ്റ് നേരം ഞാനിവിടെ നാളികേരം ചേർത്ത് ഒന്ന് വഴറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അരപ്പിന്റെ ചൂടൊന്ന് ആറി വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അരപ്പിന്റെ ചൂടാറി വരുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് അരച്ചെടുത്ത് വെക്കണം. ഈ സമയത്ത് തന്നെ കറിക്ക് ആവശ്യമായ പുളി ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് കുടംപുളിയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ ഉണക്കിയെടുത്ത പുളിയാണ്. അതാണ് ഈ ഒരു കളറിലിരിക്കുന്നത്. നിങ്ങളിപ്പോൾ കുടംപുളിയല്ല, നിങ്ങൾ ഉപയോഗിക്കുന്ന പുളി ഏതാണോ എങ്കിൽ അത് തന്നെ ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചു കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ വഴറ്റിയ അരപ്പിന്റെ ചൂടൊന്ന് ആറി വന്നിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ നാളികേരം അരച്ചെടുക്കാനായിട്ട് മിക്സർ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല വെണ്ണ പോലെ തന്നെ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. അരപ്പ് നല്ല ക്രീമി ടെക്സ്ചറിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ചട്ടി ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. 2 പച്ചമുളക് ചേർക്കാം. 1 ടീസ്പൂൺ അളവിലെ കാശ്മീരി മുളക് പൊടി ചേർക്കാം. ഈ ഒരു മുളക് പൊടിക്ക് എരിവുണ്ടാവില്ല. കറിയുടെ ആ ഒരു കാണാനൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത്. ഈ മുളക് പൊടിയും കറിവേപ്പിലയും പച്ചമുളകൊക്കെ ചേർത്ത് ഒന്ന് വഴറ്റാം. ഇനി അരച്ചെടുത്തിട്ടുള്ള അരപ്പ് ചേർക്കാം. നല്ലോണം അരപ്പ് വഴറ്റാം. നമ്മൾ നാളികേരമൊക്കെ വഴറ്റിയിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരുപാട് നേരമൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെയില്ല. ഈ സമയത്ത് വഴറ്റുന്ന അരപ്പിലേക്ക് കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. വീണ്ടും ഒന്നുകൂടെ വഴറ്റാം. ഇപ്പോൾ അരപ്പിന്റെ ഉള്ളിൽ നിന്നും ആ ഒരു എണ്ണമയെല്ലാം തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലൊരു പാകമായാൽ പിന്നെ നമുക്കിതിലേക്ക് മിക്സിയുടെ ചാറ് കഴിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് പുളി ചേർക്കാം. ഇനി അരപ്പും പുളിയും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കറിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇനി നല്ലതുപോലെ ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം. നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ടാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഒന്ന് തിളയ്ക്കാനായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി ഒന്ന് തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടെ കറി തിളച്ച് നല്ല കുറുകിയ പാകത്തിലേക്ക് ആയി കിട്ടണം. അതുവരെയും നമുക്ക് നല്ലവണ്ണം
തന്നെ വെട്ടി തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ കറി നന്നായിട്ട് തന്നെ വെട്ടി തിളച്ചുകൊണ്ടിരിക്കുവാണ്. നല്ല കുറുകിയ പാകത്തിലേക്ക് ചാറായി വന്നിട്ടുണ്ട്. ഇതുപോലൊരു പാകമായാൽ പിന്നെ നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർക്കാം. മീൻ കഷ്ണങ്ങൾ കറിയിലേക്ക് ചേർക്കുമ്പോൾ കുറച്ചുകൂടെ വെള്ളം മീനിൽ നിന്ന് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ മീൻ കഷ്ണങ്ങൾ ചേർക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഗ്രേവി നല്ല കുറുകിയ പാകത്തിലേക്ക് ആക്കിയെടുക്കണം. അപ്പോഴാണ് നല്ല രുചിയായിട്ട് തന്നെ നമുക്ക് കറി കഴിക്കാനും സാധിക്കുന്നത്. ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർക്കാം. മീൻ കഷ്ണങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് കഷ്ണങ്ങൾ താഴ്ത്തി വെച്ച് കൊടുക്കാം. ഇനി കറി മൂടി വെച്ചാണ് തിളപ്പിച്ചെടുക്കേണ്ടത്. 5 മിനിറ്റ് നേരം ഫുൾ ഫ്ലെയിമിലും അതിനുശേഷം മീഡിയം ഫ്ലെയിമിലാണ് വെച്ചു കൊടുക്കേണ്ടത്. ഇനി കറി ഒരു 5 മിനിറ്റ് നേരം വെട്ടി തിളച്ച് വരട്ടെ. അങ്ങനെ മീൻ ചേർത്തിട്ട് കറി തിളക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ കഷ്ണങ്ങൾ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി ഒരുപാട് നേരമൊന്നും വെട്ടി തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ തീയിൽ വെച്ച് ഒന്ന് കറി തിളപ്പിച്ചെടുത്താൽ മതിയാകും. അപ്പോഴേക്കും കറിയിൽ നിന്ന് എണ്ണയെല്ലാം തെളിഞ്ഞ് പാകമായി വരും. വീണ്ടും മൂടി വെച്ച് കൊടുക്കുവാണ്. അങ്ങനെ ഒരു 5 മിനിറ്റ് നേരം കറി ചെറിയ തീയിൽ വെച്ച് ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ കറി ഇതുപോലെയാണ് ആയി വന്നിട്ടുള്ളത്. അരപ്പെല്ലാം നല്ലതുപോലെ കുറുകി മീൻ കഷ്ണങ്ങളെല്ലാം നല്ലതുപോലെ വെന്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി ഒരുപാട് നേരമൊന്നും കഷ്ണങ്ങൾ തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് നേരം നമ്മൾ കുക്ക് ചെയ്തെടുക്കുവാണെങ്കിൽ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോവാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. കറിയിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. കൂടെ തന്നെ ഒരു നുള്ള് ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള തേങ്ങാരച്ച കട്ട്ല മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെയും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ട് തയ്യാറാക്കി നോക്കുക. അതുപോലെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ഇന്ന് കണ്ട ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും കണ്ടുമുട്ടാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.